ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഒരാൾ. സാധാരണ ഈ സമയത്ത് അവൾ എണീക്കാറില്ല, പക്ഷേ ഇന്നെന്തോ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇപ്പം സമയം 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവൾ എണീറ്റു. ഇപ്പോഴൊരു 9 മണി 9:30 ആകുമ്പോഴാണ് എണീക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എണീറ്റിട്ടുള്ള ആ ഒരു മുഖമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഏട്ടൻ്റെ വീട് വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ എനിക്കവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവളെ കൂട്ടാതെ പോയിട്ട് വേഗം വരാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ അവൾ എണീറ്റ സ്ഥിതിക്ക് അവളെയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതേ വേഗം റെഡിയായി. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങി കേട്ടോ. അപ്പോൾ അവളെയും കൊണ്ട് അമ്മയും വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം വന്നു. കുറച്ച് ദൂരമുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ ഏട്ടൻ്റെ വീടെന്ന് പറയുന്നത് പടിഞ്ഞാറത്തറ കാവുമെന്നാണ്. എൻ്റെ വീടെന്ന് പറയുന്നത് മാനന്തവാടിയും. അപ്പോൾ 8 മണിക്കാണ് അവരവിടെ മീറ്റിംഗ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 7 മണിയായപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഇതേ മോൾ ഉറങ്ങിപ്പോയി. അവൾ രാവിലെ എണീറ്റതുകൊണ്ടായിരിക്കും ഇതേ അപ്പോഴേക്കും അവൾ ഉറങ്ങി. പിന്നെ ഞങ്ങൾ ഈ ഒരു ഏരിയയിലോട്ട്, അതായത് പടിഞ്ഞാറത്തറ കാവുമെന്ന ആ ഒരു ഏരിയയിലോട്ട് മുസ്ലിംസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പള്ളികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ മദ്രസ കുട്ടികളൊക്കെ പഠിക്കാൻ വന്നൊരു ആ ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അതൊക്കെ കഴിഞ്ഞ് വേഗം വന്നു. അപ്പോഴേക്കും മീറ്റിംഗ് തുടങ്ങിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇത് എല്ലാവരും വന്നു. ഇതേ മീറ്റിങ്ങൊക്കെ നടത്തി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. വീട്ടിലോട്ട് പോയപ്പോൾ ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ വീട്ടിലേക്ക് കാണാൻ വേണ്ടി. നിറയെ പൂക്കളായിരുന്നേ. അപ്പോൾ ഈ ഒരു സമയത്താണല്ലോ പൂക്കളൊക്കെ ഉണ്ടാവുക. അതായത് മഴ തോർന്നിട്ട് ആ ഒരു സമയത്ത് വെയിൽ വന്നു ആ ഒരു സമയത്തായിരുന്നു പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ നിറയെ പൂക്കളായിരുന്നു കേട്ടോ വീട്ടിലൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് വീടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇത് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ സൈഡിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇത് വയൽ ഫുള്ളാണ്. ഇത് പറമ്പാണ് വീടിൻ്റെ. അപ്പോൾ ഇവിടെയൊക്കെ ചെടികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൻ്റെ അടുത്ത് തോടുള്ളത് കൊണ്ട് തന്നെ വെള്ളം കയറുന്നതുകൊണ്ട് പകുതി ചെടികളും പോയതാണ്. മഴയ്ക്കൊക്കെ ചെടികളൊക്കെ പോവും. പിന്നെ ഇത് ഇവിടെ സൈഡിലായിട്ടിൻ്റെ തോടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തോട്ടിൽ നിന്നാണ് വെള്ളം കയറുക. അപ്പോൾ കയറി പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഫുള്ളും വെള്ളമായിരിക്കും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ആ സമയത്ത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മഴയായതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ പോയത്. പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വന്നത്. അപ്പോൾ വന്നപ്പോഴാണ് ചെടികളും ഒക്കെ കണ്ടത് കേട്ടോ. തോട്ടിലിറങ്ങിയിട്ട് ഇതേ കയറുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. വെള്ളം കണ്ടിട്ട് ഇതേ വെള്ളത്തിൽ ഭയങ്കര കളിയാണ് അവൾ. അപ്പോൾ കയറുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെ പിടിച്ചു വെച്ചാണ് കയറ്റിയത് കേട്ടോ. അങ്ങനെ തോട്ടിലിറങ്ങി കുറേ നേരമൊക്കെ കളിച്ചു. പിന്നെ ഇത് അവൾ കയറുന്നുണ്ടായിട്ടില്ല. പിന്നെ അവളെയും കയറ്റി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇത് വീട്ടിലെത്തിയപ്പോൾ അമ്മ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പായസമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു.